അന്നൊരു ശനിയാഴ്ചയായിരുന്നു. പെരുമ്പാല വീട്ടിൽ മറിയ തനിച്ചാണ്. പള്ളിയിലെ പുരോഹിതനായ ഭർത്താവ് തലേ ദിവസമാണ് വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയത്. മറിയത്തിന്റെ 3 കുട്ടികളും ഉച്ചയോടെ സ്കൂളിൽ നിന്നും വീട്ടിലെത്തി. മൂത്ത മകൻ ആഷിഖ് ആദ്യം ഓടി വീടിന്റെ മുൻവശത്ത് വന്നെങ്കിലും വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. തുടർന്ന് വീടിന്റെ പിൻവശത്ത് ചെന്നു. പക്ഷെ അടുക്കള വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. ഉമ്മ ഇത് എവിടെ പോയി എന്ന് ആലോചിച്ച് വാതിലിന്റെ കുറ്റി നീക്കിയ ആഷിഖിന്റെ കയ്യിൽ വെള്ളം പോലെ എന്തോ പറ്റി. നോക്കിയപ്പോൾ ചുമന്ന നിറം. രക്തമാണോ? കുട്ടിക്ക് സംശയം. അവൻ വാതിൽ തുറന്ന് അകത്ത് കയറി അടുക്കളയിലെ വാഷ് ബേസിനിൽ കൈ കഴുകാൻ ചെന്നു. അവിടെ അപ്പോൾ ടാപ്പ് പകുതി തുറന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഷ് ബേസിനകത്തെ സ്റ്റീലിന്റെ കലത്തിലേക്കാണ് വെള്ളം വീഴുന്നത്. ആ കലത്തിലെ വെള്ളത്തിനും ചുമപ്പ് നിറമായിരുന്നു. ഉമ്മയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട്. അതിന് മരുന്ന് വെക്കാൻ തൊട്ടടുത്തുള്ള തറവാട്ടിലേക്ക് പോയതായിരിക്കും ഉമ്മ, ആഷിഖ് കരുതി. അവൻ കൈ കഴുകി അകത്തേക്ക് ചെന്നു. എന്നാൽ സ്വീകരണ മുറിയിലെ കാഴ്ച കണ്ട് കുട്ടി ഞെട്ടിപ്പോയി. തന്റെ ഉമ്മ കഴുത്തറക്കപ്പെട്ട് തറയിൽ മരിച്ചു കിടന്നു. മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കടുത്ത് കാമ്പ്രം പള്ളിക്ക് സമീപം പെരുമ്പാല വീട്ടിൽ മുഹമ്മദ് അലി മുസ്ലിയാരുടെ ഭാര്യ മറിയം കൊല്ലപ്പെട്ടു. പെരിന്തൽമണ്ണ CI റെജി ജേക്കബും സംഘവും അന്വേഷണം ആരംഭിച്ചു. സ്വീകരണ മുറിയിലെ ഡൈനിങ് ടേബിളിനടുത്തായിരുന്നു മറിയയുടെ മൃതദേഹം. വീട്ടിലെ തന്നെ കറിക്കത്തി ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. ദേഹത്ത് ആഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിലത്ത് നിന്ന് 8 മുടിയിഴകളും കിട്ടി. കൊലപാതകിയുടെയും മറിയയുടെയും 2 രക്തസാമ്പിളും ക്രൈം സീനിൽ നിന്ന് ലഭിച്ചു. അടുത്തടുത്ത് വീടുകളുള്ള പ്രദേശമാണ്. ഉച്ചയ്ക്ക് മുമ്പ് ആരെങ്കിലും ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയണം. അയൽവാസികളോട് ചോദിച്ചു. എതിർവശത്തെ വീട്ടിലെ കവലത്തുന്ന സ്ത്രീയാണ് മറിയത്തെ അവസാനമായി കണ്ടത്. അപ്പോൾ ഏകദേശം 11:15 കാണും. വീടിന്റെ സിറ്റൗട്ട് അടിച്ചു വാരുകയായിരുന്നു മറിയ. കുനിഞ്ഞു നിന്ന് അടിച്ചു വരുന്നത് കൊണ്ട് കഴുത്തിലെ മാലയും നൈറ്റി മടക്കി കുത്തിയത് കൊണ്ട് കാലിലെ പാദസരവും കവലത്ത് കണ്ടിരുന്നു. എന്നാൽ മൃതദേഹത്തിൽ ഇവ രണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്ന് വ്യക്തം. കവർച്ചക്കാരിയായിരുന്നു ആദ്യം സംശയം. എന്നാൽ അപരിചിതരായ ആരെയും അന്നേ ദിവസം ആ പ്രദേശവാസികൾ കണ്ടിട്ടില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. മരണകാരണമായ ഒന്നല്ല 2 മുറിവുകളാണ് ശരീരത്തിലുണ്ടായിരുന്നത്. ഒന്ന് കഴുത്തിലെ ആഴത്തിലുള്ള മുറിവ്, 2 തലയ്ക്ക് പിന്നിലെ ക്ഷതം. ആയുധം കൊണ്ട് അടിക്കുമ്പോഴുണ്ടാകുന്ന ക്ഷതമായിരുന്നില്ല അത്, മറിച്ച് നിശ്ചലമായ ഒരു വസ്തുവിൽ തല ആഞ്ഞു വന്ന് ഇടിച്ചാൽ ഉണ്ടാകുന്ന ക്ഷതമായിരുന്നു. അതായത് തല പിടിച്ച് ഭിത്തിയിലോ തറയിലോ ഇടിച്ചാൽ ഉണ്ടാകുന്നത്. ഈ ക്ഷതം ഉണ്ടായാൽ ഉടൻ ബോധം നഷ്ടപ്പെടും. മറിയത്തിന്റെ മൃതദേഹം കിടന്നത് സ്വീകരണ മുറിയിലാണ്. അപ്പോൾ അവിടെ വെച്ചാണ് കൊലപാതകി അവരുടെ തല പിടിച്ച് ഇടിപ്പിച്ചതും അവർ ബോധരഹിതയായതും. പിന്നെ അവർക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സമയത്താകും അയാൾ ആഭരണങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടാവുക. മോഷണം നടത്തിക്കഴിഞ്ഞ് അയാൾക്ക് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ അയാൾ ആ വീട്ടിൽ നിന്നും കത്തിയെടുത്ത് അവരുടെ കഴുത്തറന്നു. അതെന്തിനാണ്? ഒരു കാരണമേയുള്ളൂ. കൊലപാതകയെ മറിയത്തിന് അറിയാമായിരുന്നു. തന്നെ കാട്ടിക്കൊടുക്കരുതെന്ന് അയാൾക്ക് നിർബന്ധവും ഉണ്ടായിരുന്നു. മാത്രമല്ല, സാധാരണ അടുപ്പമില്ലാത്തവർക്ക് മറിയം വാതിൽ തുറന്നു കൊടുക്കാറില്ല. ഇവിടെ കൊലപാതകി സ്വീകരണ മുറി വരെ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ പരിചയക്കാരനാണ്. ഇനി മറ്റൊന്ന്, കുട്ടിയുടെ മൊഴി പ്രകാരം വാതിലിന്റെ കുറ്റിയിൽ രക്തമുണ്ടായിരുന്നു. കഴുത്തറുത്തപ്പോൾ പറ്റിയ രക്തം അയാൾ അടുക്കളയിലെ വാഷ് ബേസിനെ നല്ല പോലെ കഴുകി കളഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ വാതിൽ കുറ്റിയിൽ രക്തം വന്നു? അയാളുടെ കൈവിരൽ മുറിഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെ കൊലപാതകയെ കുറിച്ച് വ്യക്തമായ സൂചന കിട്ടുകയാണ്. മറിയയ്ക്ക് പരിചയമുള്ള വിരലിൽ മുറിവുള്ളയാണ്. കൊലപാതകി ബന്ധുവോ പരിസരവാസിയോ ആണെങ്കിൽ അയാൾ നാട്ടിൽ നിന്നും മാറി നിൽക്കാനുള്ള സാധ്യതയില്ല. വിവരം അറിഞ്ഞ് തടിച്ചു കൂടിയവർക്കിടയിൽ അയാളും ഉണ്ടാകും. അയാളെ കണ്ടെത്തണം. പോലീസ് ഒരു തന്ത്രം പ്രയോഗിച്ചു. AR ക്യാമ്പിൽ നിന്നും ചെറുപ്പക്കാരായ 20 പോലീസുകാരെ സ്ഥലത്തെത്തിച്ചു. അവർ മറിയത്തിന്റെ സംസ്കാര ചടങ്ങിന് വന്നവരുടെ ഇടയിൽ മാധ്യമ പ്രവർത്തകരാണെന്നും പറഞ്ഞ് കയറിക്കൂടി ഓരോരുത്തരോടും സംസാരിക്കാൻ തുടങ്ങി. 2 കൈയും കൂട്ടിപ്പിടിച്ച് സലാം കൊടുത്താണ് അവർ സംസാരിച്ചത്. അപ്പോൾ അവരുടെ കയ്യിൽ മുറിവുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. ഒടുവിൽ SI KG സുരേഷ് പറഞ്ഞു, സാറേ, ഞാൻ ഒരാളുടെ കയ്യിൽ പിടിച്ചപ്പോൾ അയാൾ വേദനയെടുത്ത് അയ്യോ എന്ന് പറഞ്ഞ് കൈ പിൻവലിച്ചെന്ന്. അയാളുടെ കയ്യിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു.
കൊലപാതക വിവരം അറിഞ്ഞ അടുത്ത സ്ഥലമായ കരിങ്കൽ താണിയിൽ നിന്നും ബസ് കയറി വന്നപ്പോൾ ബസിന്റെ ബാക്ക് ഡോറിന്റെ ഇടയിൽ കുടുങ്ങി ചതഞ്ഞതാണെന്നാണ് അയാൾ പറഞ്ഞത്. ജാഫർ എന്നായിരുന്നു അയാളുടെ പേര്. ആലിപ്പറമ്പ് പെരിങ്ങാല ജാഫർ, 32 വയസ്സ് പ്രായം. മറിയയുടെ വീട്ടിൽ നിന്നും ഏകദേശം 50 മീറ്റർ അകലെയാണ് ഇയാളുടെ വീട്. മണൽവാരൽ തൊഴിലാളിയാണ്. സംസ്കാരം കഴിഞ്ഞ പിറ്റേ ദിവസം ജാഫറിനെ അടക്കം ആ പ്രദേശത്തുള്ള 60ഓളം പേരെ മൊഴിയെടുക്കാനായി CI ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള റെജി ജേക്കബാണ് ജാഫറിന്റെ മൊഴിയെടുത്തത്. അയാളുമായി സംസാരിക്കുന്നതിനിടയിൽ നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായ ഡോക്ടർ അബൂബക്കർ മുറിയിലേക്ക് വന്നു. CIയോട് യാത്ര പറയാൻ വന്നതാണ്. ഡോക്ടർ CIയുടെ 2 കൈകളും കൂട്ടിപ്പിടിച്ച് സലാം പറഞ്ഞു. അതുപോലെ ജാഫറിനോടും 2 കൈകളും കൂട്ടിപ്പിടിച്ച് ഡോക്ടർ സലാം പറഞ്ഞു. എന്നാൽ ജാഫറിന്റെ കയ്യിൽ മുറിവുള്ളത് കൊണ്ട് അയാൾ വേദനയെടുത്ത് കൈ പിൻവലിച്ചു. അപ്പോൾ ഡോക്ടർ കരുതലോടെ ബാൻഡേഡ് അഴിച്ച് ആ മുറിവ് പരിശോധിച്ചു. ശേഷം പുറത്തിറങ്ങിയ അദ്ദേഹം CIയോട് പറഞ്ഞു, അത് ഡോറിന്റെ ഇടയിൽ പോയപ്പോഴുണ്ടായ മുറിവല്ല, ഷാർപ്പ് എഡ്ജഡ് വെപ്പൺ കൊണ്ടുണ്ടാകുന്ന ആഴത്തിലുള്ള മുറിവാണ്. ജാഫർ പറഞ്ഞത് കള്ളമാണ്. പോലീസ് ഉടനെ ജാഫർ പറഞ്ഞ സമയത്ത് കരിങ്കൽ താണയിൽ നിന്നും കാമ്പ്രത്തേക്ക് വരുന്ന ബസ്സുകൾ പരിശോധിച്ചു. 2 ബസ്സുകളാണ് ആ സമയത്തുള്ളത്. ഉച്ച സമയമായതുകൊണ്ട് ബസ്സിൽ തിരക്കുണ്ടാകില്ല. അതുകൊണ്ട് 2 ബസ്സിന്റെയും ബാക്ക് ഡോറ് കെട്ടിവെക്കും. മുൻവശത്തെ ഡോറിലൂടെ മാത്രമേ ആളുകൾ കയറുകയുള്ളൂ. മാത്രമല്ല, ഡോറിന്റെ ഇടയിൽ വിരൽ കുടുങ്ങി നല്ല മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തങ്ങൾ അറിയാതെ പോകില്ലെന്ന് ബസ് ജീവനക്കാരും പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലത്രേ. ജാഫറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. മോഷണത്തിനിടെ താൻ നടത്തിയ കൊലപാതകമാണെന്ന് അയാൾ സമ്മതിച്ചു. ശാസ്ത്രീയ തെളിവുകളും ജാഫറിനെതിരായിരുന്നു. മുറിവിന്റെ പഴക്കം പരിശോധിച്ചപ്പോൾ അത് കൊല നടന്ന അതേ സമയത്തുണ്ടായതാണെന്ന് വ്യക്തമായി. ക്രൈം സീനിൽ നിന്ന് ലഭിച്ച 8 മുടിയിഴകളിൽ 2 എണ്ണം ജാഫറിൻ്റെതായിരുന്നു. അത് ബലപ്രയോഗത്തിനിടെ കൊഴിഞ്ഞതാണെന്നും വ്യക്തമായി. ഫിനാൻസ് കമ്പനിയിൽ പണയം വെച്ച മറിയത്തിന്റെ ആഭരണങ്ങളും വീണ്ടെടുത്തു. മഞ്ചേരി അതിവേഗ കോടതി ജാഫറിനെ ജീവപര്യന്തം തടവിനും വിധിച്ചു. ഒരു കുറ്റവാളിയുടെ ശരീരത്തിൽ നിന്നും കൃത്യസ്ഥലത്ത് സൂക്ഷ്മ തെളിവുകൾ നിക്ഷേപിക്കപ്പെടുമെന്നാണ് പറയാറ്. ഈ കേസിൽ അങ്ങനെ നിക്ഷേപിക്കപ്പെട്ട തെളിവായിരുന്നു അയാളുടെ രക്തം. അതിനെ കൃത്യമായി അപഗ്രഥിച്ച് വ്യത്യസ്തമായ അന്വേഷണ ശൈലി സ്വീകരിച്ചു. ഒടുവിൽ സലാം കൊടുത്ത് വിലങ്ങിട്ടു പോലീസ്.